വി ഡി സതീശൻ ഓൾറെഡി ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ചേർത്ത് നിർത്തിക്കൊണ്ടോ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് വി ഡി സതീശൻ അഡമൻ്റായിട്ട് ഇയാളെ മാറ്റി നിർത്തിയേ പറ്റുമെന്ന് നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ആശാസമര വേദിയിൽ ഇദ്ദേഹം വന്നല്ലോ. വി ഡി സതീശനും വരണമായിരുന്നു. വി ഡി സതീശൻ വന്നാൽ ഇദ്ദേഹം പോയിട്ടാണ്. കാരണം ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും അപകടകരമായ സാധ്യതകൾ നിറഞ്ഞതാണെന്ന് നേരത്തെ വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സതീശൻ മാറ്റിയെടുത്തത്. ഇപ്പോഴും അതിൻ്റെ ആഘാതം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ചില ആളുകൾ ഇദ്ദേഹത്തെ കൂടെ നിർത്തുകയും ഇദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലേക്ക് ഇദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു എന്താണ് പറയുക, ഒന്നോ രണ്ടോ ഒഫൻസ് മാത്രം ചെയ്തിട്ടുള്ള ഒരാളല്ലെന്നും അയാളെക്കുറിച്ച് പല പരാതികളുണ്ടെന്നും കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെ പറയുന്നു. വി ഡി സതീശൻ തന്നെ ഒന്നിലധികം ആളുകളിൽ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികൾ കിട്ടിയത് പുറത്തു നിന്നല്ല, അകത്തു നിന്നുള്ള കോൺഗ്രസ് വർക്കേഴ്സിൻ്റെയും നേതാക്കളുടെ അടക്കം ഭാഗത്തു നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒഫൻഡറാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുപോയാൽ അയാൾക്കെതിരായിട്ടുള്ള പുതിയ പരാതികൾ പുതിയ ഘട്ടങ്ങൾ ഉയർന്നു വരും. അവയെല്ലാം ഈ പാർട്ടിക്കും മുന്നണിക്കും തലവേദനയാകും എന്ന് നേരത്തെ സതീശൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് മാറി നിൽക്കാൻ പറയുകയും ഇപ്പോഴും ഏറ്റവും കണിശമായ സമീപനം ഇദ്ദേഹത്തോടുള്ള സതീശന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കൂ. അതായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുക വീണ്ടും പരാതി ഉയർന്നു വന്നിരിക്കുന്നു. ഈ പരാതി ഉയർന്നു വന്നതിൻ്റെ കാരണം എന്തായിരിക്കും? പരാതിയല്ല, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ നേരത്തെ നിർബന്ധിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ പുറത്തു വന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് അയാൾ നിർബന്ധിക്കുന്നു. പിൽസ് വേണം എന്ന് വെച്ചാൽ ഗർഭനിരോധന ഗുളിക വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് ഇയാൾ പറയുന്നു. ഇയാൾ നിർബന്ധിച്ച് അവരെ ക്യാരി ചെയ്യാൻ നിർബന്ധിക്കുന്നു. അവർ ഗർഭിണിയായതിനു ശേഷം പിന്നീട് അയാൾ ഗർഭചിത്രം നിർബന്ധിക്കുന്നു. അയാളുടെ ഓരോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തെയും ഇമോഷൻസിനെയും അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കയ്യിലിട്ട് കളിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ ഒരു സംഗതി ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കാം. അവർ പരാതി കൊടുത്തേക്കാം. അതിൻ്റെ എല്ലാം ഭാരം ആരനുഭവിക്കേണ്ടി വരും എന്നാണ് അവർ മനസ്സിലാക്കേണ്ട. അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണോ ചോദിക്കുമ്പോൾ അത് എൻ്റേതല്ല എന്ന് പറയാനുള്ള ഉള്ളുറപ്പ് ഇദ്ദേഹത്തിനില്ല. എന്ന് വെച്ചാൽ ആ ഓഡിയോ അദ്ദേഹത്തിൻ്റെതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ നിഷേധിച്ച് പോകാൻ കഴിയുന്ന കാലമൊന്നുമല്ല ഇത്. AI ആണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നോക്കായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം AI അല്ല, ഇത് ഒറിജിനലാണ് എന്ന കാര്യം. കാരണം ഇത് നമ്മൾ കണ്ടതല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് മാത്രം അയച്ച വീഡിയോസ് അല്ലെങ്കിൽ മെസ്സേജസ് മാത്രമല്ല, ഈ നാട്ടിലുള്ള എമ്പാടും ആളുകൾക്ക് ഇയാൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് പുറത്തു വന്നിട്ടുണ്ട്, നാം കണ്ടതല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ നിലയ്ക്ക് മാനസികമായ ഒരു സമീപന കുഴപ്പമുള്ള മനുഷ്യനാണെന്ന് നമുക്കറിയാം. ആളുകളെ ഇങ്ങനെ ചീറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പന്താടാനും മടിയില്ലാത്ത ഒരാളാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആവർത്തിച്ച് പറയാണ്, നിയമത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ന്യായവാദമാണത്. കാരണം ഇവർ രണ്ടുപേരും കൂടി പരസ്പരം സമ്മതിച്ചാണ് ഈ ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിനകത്ത് നിയമപരമായ ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല. ഒന്ന്, ആ പരാതി ഉണ്ടാവണം. എന്നെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നവർ പറയണം. ഇന്ത്യയിലെ നിയമം ലംഘിച്ചു എന്നുള്ള പരാതി അപ്പുറത്തുനിന്നുണ്ടാവാതെ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച ആ കുട്ടി വേണ്ട എന്ന് തീരുമാനിച്ചാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതിൽ നിയമപ്രശ്നമൊന്നുമില്ല അദ്ദേഹം പറയുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഫിഡൻസ്. നിയമപ്രശ്നമില്ല, ഭരണഘടനാ പ്രശ്നമില്ല എന്ന്. പക്ഷേ അതൊരു കാര്യമുണ്ട്, ഇവർ കളിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ കേവല നിയമത്തിൻ്റെയും സാങ്കേതികതയും കാര്യം മാത്രം പറയേണ്ടവരല്ല. അവർക്ക് ധാർമ്മികത എന്നൊരു സംഗതിയുണ്ട്.